ബാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയണം, കോഫാക്ടർ കണ്ടുപിടിക്കാൻ അറിയണം, അഡ്ജോയിന്റ് അറിയണം, ദെൻ ഇൻവേഴ്സിലോട്ട് എത്തുള്ളൂ. ഇതിൽ അഡ്ജോയിന്റ് ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യും. പിന്നെ ഇന്നലെ പറയാൻ വിട്ടുപോയി എനിക്കൊരു സംശയം. മെട്രിക്സ് എ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്, എന്ന് എഴുതി 2 ലൈൻ. അഡ്ജോയിന്റിന്റെ ഷോർട്ട് മെട്രിക്സ് എ ആണെങ്കിൽ അഡ്ജോയിന്റ് ADJ എന്ന് എഴുതും. ഇൻവേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവേഴ്സ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നോക്കാം. പറയുന്നില്ല, ഞാനൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം 3x3 മെട്രിക്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so I am going to write a question. Find the inverse of A, matrix A, where A is equal to ഇവിടെ എഴുതുവാണ് 3 5 നമുക്ക് തന്നിട്ടുണ്ട് 3 5 7 2 -3 1 1 1 2. സോ നമുക്കൊരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിറ്റർമിനന്റ്. ഞാൻ ഇന്നലെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഡിറ്റർമിനന്റ്. സോ ഞാൻ എഴുതും ദ എ അല്ലേ മെട്രിക്സ്. സോ ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ആദ്യം you have to put the sign. So we are starting with positive, negative, positive അല്ലേ. സോ ഞാൻ പോസിറ്റീവ് 3 എന്ന് എഴുതുകയാണ്. 3 എന്ന് എഴുതിയതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത്? 2 പാരലൽ ലൈൻ വരെയും 3 ഉള്ള റോവും 3 ഉള്ള കോളവും അങ്ങോട്ട് മാറ്റി ബാക്കി അയക്കും. സോ ഈ ഒരാണ് അതെഴുതി. ദെൻ അടുത്ത സൈൻ ഇവിടെ പോസിറ്റീവ്, നെക്സ്റ്റ് നെഗറ്റീവ്, നമ്പർ ഇസ് 5, അഗെയിൻ പാരലൽ ലൈൻ, ഇതും കട്ട് ചെയ്യുക, ബാക്കി 2 1 1 2. 5 ഉള്ള കോളവും 5 ഉള്ള റോവും കട്ട് ചെയ്തു, 2 1 1 2. പോസിറ്റീവ് നെഗറ്റീവ്, അടുത്ത സൈൻ പോസിറ്റീവ്, അടുത്തത് ഏതാ? 7. ഫസ്റ്റ് റോല് 7. ദെൻ ഇതും കട്ട് ചെയ്തു, ബാക്കി 2 -3 1 1. ഓക്കെ, 2 -3 1 1. ഓക്കെ, ഇത് നമ്മൾ okay, next is positive 3 into negative 3 into 2 is -6, minus 1 into 1 1. Then -5, 2 into 2 4, minus 1 into 1 1. Then positive 7, 2 into 1 2, minus 1 into -3 -3. Okay, by solving this you will get ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് ചെയ്യാണ്. ദിസ് ഇസ് പ്ലസ് മൈനസ്. പ്രീവിയസ് വീഡിയോസ് കണ്ടുമായിരിക്കും, ഡൗട്ടൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ സൈൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ബൈ സോൾവിങ് ദിസ് യു വിൽ ഗെറ്റ് -1. ദിസ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേഷൻ ഓഫ് ഡിറ്റർമിനന്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡിറ്റർമിനന്റ് ആദ്യം കണ്ടതെന്ന് അറിയോ? ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു മെട്രിക്സിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ 2 റൂൾസ് ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് 1, ആ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സോ ഈ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് അല്ലേ, സെയിം റോ സെയിം കോളം അല്ലേ. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് മെട്രിക്സ് എന്ത് മെട്രിക്സ് ആയിരിക്കണം? സ്ക്വയർ മെട്രിക്സ്. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കണം. എന്താണോ ഈ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഡിറ്റർമിനന്റ് 0 അല്ലാത്ത മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു നോൺ സിംഗുലാർ മെട്രിക്സ്. തൊട്ട മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 0 അല്ല, ഡിറ്റർമിനന്റ് ചെയ്തിട്ട് ആൻസർ 0 അല്ല കിട്ടിയതെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം നോൺ സിംഗുലാർ മെട്രിക്സ്. സോ പ്രശ്നമില്ല, ഇവിടെ ഇത് എന്ത് മെട്രിക്സ് ആണ്? നോൺ സിംഗുലാർ മെട്രിക്സ്. ബൈ ചാൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ 0 ആണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്ത് എഴുതിയാൽ മതി? ഇൻവേഴ്സ് cannot be
ഫൈൻഡ് ഔട്ട്. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതെന്ത് മെട്രിക്സ് ആണ്? 0 കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ എന്താ വിളിക്കുക? സിംഗുലർ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഏത് കാൽക്കുലേറ്റ് ചെയ്യുന്ന? ഡിറ്റർമിനന്റ്. സോ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണ്ട? ഫർദർ പ്രോസസ്സിലേക്ക് പോകണ്ട. ബട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിറ്റർമിനന്റ് ഇസ് -1. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓവർ. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്ന് കോപ്പി ചെയ്യണേ ഇത്. നൗ യുവർ സെക്കൻഡ് സ്റ്റെപ്പ്. ആയിക്കോണേ, ഈ കണ്ടീഷൻസ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്യാം. അല്ല, ഇതിൻ്റെ ബാക്കി ഇവിടെ നിന്ന് തുടങ്ങും. നമുക്ക് സ്പേസ് വേണമല്ലോ. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് കോഫാക്ടർ കണ്ടുപിടിക്കണം. സോ ഫൈൻഡ് ദ കോഫാക്ടർ. കോഫാക്ടർ കണ്ടുപിടിക്കാനും ഇന്നലെ ഞാൻ പറഞ്ഞു തന്നതാണ്. ബട്ട് നമ്മളൊരു 2 ഐറ്റത്തിൻ്റെ ഒക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനിത് മുഴുവനായിട്ട് എഴുതാൻ പോവാണ്. ബിക്കോസ് അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞു സ്റ്റെപ്സ് ഒക്കെ ഞാനിവിടെ ആഡ് ചെയ്യും. സോ ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം നിങ്ങൾക്ക് എപ്പോഴും ഈ പൊസിഷൻ്റെ നമ്പേഴ്സ് ഓർമ്മ വേണം. ദിസ് ഇസ് A11, ദിസ് ഇസ് A12, ദിസ് ഇസ് A13, A21, A22, A23, A22, A31, A32, A33. ഇത് ഓർമ്മ വേണേ. ഞാൻ ഇപ്പം ഓൾറെഡി ചെയ്ത എല്ലാ വീഡിയോസിലും ഇതൊരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ, ഞാൻ ആദ്യം A11, അതായത് 3ൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പോകുന്നു. സോ ഞാൻ ജസ്റ്റ് ഇവിടെ A11 എന്ന് എഴുതുന്നു. നിങ്ങൾക്കറിയാം -1 എന്ന് എഴുതണം. പിന്നെയോ റോ പ്ലസ് കോളം 1 + 1 അല്ലേ? എന്നിട്ടോ നമ്മൾ ഇങ്ങനെ 2 വര വരയാം. ഈ 3 റോവും 3 കോളവും ഒഴിവാക്കി ബാക്കി ഐറ്റംസ്. സോ ഇവിടെ ഉണ്ടത്, അത് തന്നെ നമ്മൾ ഇവിടെ കോപ്പി ചെയ്തു. ഓക്കെ, ഇനിയോ ഇത് ഞാൻ സോൾവ് ചെയ്യുന്നു. ദിസ് ഇസ് 2, റൈറ്റ്? 1 + 1 2. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 × 2 6 കിട്ടും. 1 × 1 1 കിട്ടും. ഓക്കെ, സോറി, -6 × 1. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞു, സ്ക്വയർ ഈവൺ നമ്പർ ആണെങ്കിൽ, മുകളിലുള്ളത് ഈവൺ നമ്പർ ആണെങ്കിൽ ആൻസർ എന്താ? 1. ദെൻ ഇത് ചെയ്താലുള്ള ആൻസർ എന്താണോ? ഇതിൻ്റെ ആൻസർ -7 അല്ലേ? -6 - 1. ഇവിടെ പ്ലസ് ഇടുമ്പോൾ ഇവിടെ മൈനസ് ആവും. 2 ഒരേ സൈൻ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇടണം അല്ലേ? സോ ആൻസർ ഇസ് -7. സോ അടുത്തത് ഇങ്ങനെ എഴുതുക, A12 എന്ന് എഴുതുക. ഏതാ അത്? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 1 അവിടെ ഉണ്ടാവും. ഇത് ഏതാ പൊസിഷൻ? 1 + 2. 1 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇതും അതേപോലെ തന്നെ ഇതുള്ളത് ഒഴിവാക്കുക. 2 1 1 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ്. ഇവിടെ സ്റ്റെപ്പ് ഞാൻ തിരിച്ചുരുക്കുവാണ്. ഇപ്പം നിങ്ങൾ കുറച്ചൊക്കെ അറിയില്ലേ. 1 raised to 3 ആണ്. 3 എന്താണ്? 1 raised to 3. 3 is a even number, so answer will be -1. -1 into 2 into 2 4. 4 - 1. 4 - 1 3. ഇവിടെ ചെയ്തിട്ടുണ്ട് 3. So answer is -1 into 3 -3. ഓക്കെ, ഇനി അടുത്തത് A13. 7. So -1 raised to 1 row third column. So 1 + 3, അതായത് 4 വരും അല്ലേ? 1 + 3 4. ഓക്കെ, പിന്നെ ഞാനിവിടെ ഇട്ടു. ഇതുള്ളതും ഒഴിവാക്കി. ബാക്കി 2 -3 1 1 ഇവിടെ ഉണ്ട്. 2 -3 1 1. ഇത് ഈവൺ നമ്പർ, സോ ആൻസർ 1 ആയിരിക്കും. ഇൻറ്റു 2 × 2 × 1 2 -3. So this answer is 2 + 3 5. So ഇവിടെ ഞാൻ 5 എഴുതുന്നു. So answer is 5. ഇനി നിങ്ങൾ അടുത്തത് ഇതും കൂടി ചെയ്യാം. ബാക്കി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കാം. നിങ്ങളത് ഇരുന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇത് 2 1 ചെയ്യുമ്പോൾ സിമ്പിൾ ആണ്.
ഇവിടെ അതേപോലെ തന്നെ 2 + 1 എത്രയാ 3. ഓക്കെ, then you have to draw like this. ഇതും പോയി ഇതും പോയി, ബാക്കി -3 1 1 2, -3 1 1 2. സോൾവ് ചെയ്യാം, ആൻസർ കിട്ടും. ആൻഡ് ആൻസർ എത്ര കിട്ടാന്ന് അറിയടാ, -3. ഓക്കെ, അതേപോലെ A22 ചെയ്യാം, A23 ചെയ്യാം, A31 ചെയ്യാം, A32 ചെയ്യാം, A33 ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യാം. ഓർഡർ ഷുഡ് ബി ദർ, റൈറ്റ്? ആദ്യം ഇത് ചെയ്തു, പിന്നെ ഇത് ചെയ്യണം, പിന്നെ ഇത്. സോ ഇത് മുഴുവൻ നിങ്ങൾ ചെയ്യാം. ഓക്കെ, എൻ്റെ കൂടെ അവിടെ ഇരുന്നിട്ട് ചെയ്തോ, ഞാൻ ജസ്റ്റ് ഒരു സ്പീഡി ടൈപ്പിൽ അങ്ങോട്ട് ചെയ്യാം. 3 7 1 2, right? 3 7 1 2. This answer will be -1, and the next item is A23. So -1⁵, then 3 5 1 1. Yeah, and the answer is 2. നിങ്ങൾ ഇരുന്ന് ചെയ്യാം മക്കളെ. -1⁴, 3 + 1 4. സോ 3 1 നോക്കിക്കോ, ഇത്. സോ ഇതും പോയി ഇതും പോയി ഇതും പോയി. സോ ഇതിൽ 5 7 -3 1. Answer is 26. And A32 -1⁵3 + 2 5. ഇതാണ് A32. ഇതും പോയി ഇതും പോയി ഇതും പോയി ഇതും പോയി. സോ ബാക്കി 3 7 2 1. 3 7 2 1. And ഇതിൻ്റെ ആൻസർ is 11. And last thing 2. ഇതും പോയി ഇതും പോയി. സോ ബാക്കി 2 ഇതും പോയി ഇതും പോയി. ബാക്കി 3 5 2 -3. Okay, so this is -5⁵6. 3 5 2 -3, and your answer is -90. Okay, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്, ഓക്കെ, ഇവിടെ എഴുതുവാണ് ഞാൻ ഇവിടെ എഴുതുകയാണ് കോഫാക്ടർ മെട്രിക്സ്. എന്താ എഴുതാൻ പോകുന്ന? കോഫാക്ടർ മെട്രിക്സ്. ഇത് ഞാൻ എഴുതുന്നു നോക്കിക്കോളെ, കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, തേർഡ് ഇത് അല്ലേ. സോ A11 പൊസിഷൻ ലിസ്റ്റ് -7 -3 5 1 1 1 2 1 3 1 1 1 2 1 3. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഈ മൂന്ന് 2 1 2 2 2 3 -3 -1 2. ഇനി 3 1 3 2 3 3 26 11 -90. ക്ലിയർ അല്ലേ? നേരെ എഴുതാം. 7 -7 -3 5 -3 -1 2 26 11 -90. ഓക്കെ അല്ലേ? ഇതിനെ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് കോഫാക്ടർ മെട്രിക്സ്, ദാറ്റ് ഈസ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചു. നിങ്ങൾ തേർഡ് ആക്കിയിട്ട് എഴുതിക്കോ, കോഫാക്ടർ മെട്രിക്സ് കണ്ടു. അടുത്ത സ്റ്റെപ്പാണ് adjoint of A. What is adjoint of A? പുതിയ സംഭവം, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. adjoint of A എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് adjoint of A. ഓക്കെ, അപ്പൊ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, ട്രാൻസ്പോസ് ചെയ്യാൻ അറിയാലോ. അപ്പൊ ഞാൻ ഇതിന്റെ ട്രാൻസ്പോസ് ഇവിടെ എഴുതുവാണേ. കോളത്തിന് റോ ആയിട്ട് എഴുതാൻ പോകുന്നു. -7 -3 26 -3 -1 11 5 2 -19. So this is our adjoint. adjoint ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടടാ? ഇൻവേഴ്സ്. The last step is calculation of inverse. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് കുഞ്ഞൊരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ഇൻവേഴ്സ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഇങ്ങനെ
is equal to 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഡിവൈഡഡ് ബൈ ഇതെന്താ സാധനം? ഏനെ 2 ഇതിനകത്ത് എഴുതുന്ന വാട്ട് ഇസ് ദാറ്റ്? ഡിറ്റർമിനന്റ്. സോ 1 ബൈ ഡിറ്റർമിനന്റ് തീർന്നിട്ടില്ല ഇൻടു അഡ്ജോയിന്റ് എ. ഇതാണ് നമ്മൾ ഇൻവേഴ്സ് കാണേണ്ട ഇക്വേഷൻ. വാട്ട് ഇസ് ദാറ്റ്? ഇൻവേഴ്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് ഇൻടു അഡ്ജോയിന്റ് എ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിവിടെ എഴുതുന്നത് നോക്കിക്കോ. നിങ്ങൾക്ക് ഇത് മെട്രിക്സ് ഒക്കെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അത് ഞാനിവിടെ ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ നോക്കാം. 1 ബൈ ഡിറ്റർമിനന്റ് എത്രയാണ് കിട്ടിയത്? ഇത് 1 ബൈ -1. പ്രശ്നമില്ലല്ലോ. ഇനി അഡ്ജോയിന്റ് എ എത്രയാണ് കിട്ടിയത്? അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് എഴുതാം. let me do it little bigger. Okay, ഇവിടെ ഈ മെട്രിക്സിൽ അഡ്ജോയിന്റ് എത്ര? അഡ്ജോയിന്റ് 7 -3 26 -3 -1 11 5 2 -19. എഴുതാൻ പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ എഴുതി. ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഒന്നും ചെയ്യണ്ട, സിമ്പിൾ ആണ്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് മായ്ക്കുവാണ്. ഓക്കെ, മായ്ച്ചോട്ടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇനി അവിടെ വേണമെങ്കിൽ ഐ ആം റബ്ബിങ് ഇറ്റ്. ഓക്കെ, ഞാൻ ആ മെട്രിക്സിനെ ഇവിടെ എഴുതുകയാണ്. -7 -3 26 -3 -1 11 5 2 -19. ഓക്കെ, ഇതിനെ ഞാൻ ഇവിടെ എഴുതി. നമ്മൾ ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം എങ്ങനെ ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതല്ലേ. വെരി സിമ്പിൾ. ഇതിന്റെ ഡിനോമിനേറ്റർ ആരാ? -1. എല്ലാ നമ്പറിനെയും -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ -1 ഡിവൈഡഡ് ബൈ -1 ഡിവൈഡഡ് ബൈ -1 ഡിവൈഡഡ് ബൈ -1. അങ്ങനെ എല്ലാത്തിനെയും -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇവിടെ 4 ആണെങ്കിലോ എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇവിടെ -5 ആണെങ്കിലോ എല്ലാത്തിനെയും -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ സൈന് പറയുവാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ സെയിം റൂൾ, സെയിം സൈന് ഡിവൈഡ് ചെയ്ത് ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സെയിം സൈൻസ് ഉള്ള നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് ആൻസറിന്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ ആൻസറിന്റെ സൈന് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഡിഫറെന്റ് സൈൻ നെഗറ്റീവ്, സെയിം സൈൻ പോസിറ്റീവ്. സോ ഇവിടെ നമുക്ക് അത്രയേ ഉള്ളൂ. ബിക്കോസ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നാണ് അല്ലേ. ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ അട്ട രണ്ടും നെഗറ്റീവ്, സോ ആൻസർ പോസിറ്റീവ്. രണ്ടും നെഗറ്റീവ്, ആൻസർ പോസിറ്റീവ്. 1 പോസിറ്റീവ് 1 നെഗറ്റീവ്, സോ ആൻസർ ഇസ് നെഗറ്റീവ്. രണ്ടും പോസിറ്റീവ്, ആൻസർ ഇസ് 3. രണ്ടും പോസിറ്റീവ്, 1 is positive, neither is negative, so answer is negative. 11. ഇവിടെയും ഒരെണ്ണം മാത്രമേ നെഗറ്റീവ് ഉള്ളൂ, ഇവിടെയും ഒരെണ്ണം മാത്രം, ഇവിടെ രണ്ടും, അപ്പം 19. സോ ദിസ് ഇസ് യുവർ ഫൈനൽ ആൻസർ. ഇതാണ് നിങ്ങളുടെ ഇൻവേഴ്സ്. ഓക്കെ, റിപ്പീറ്റിംഗ് ദ സ്റ്റെപ്സ്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയ 2 കാര്യം നോക്കണം. 1 സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2x2 3x3 4x4 5x5 അങ്ങനെയാണോ എന്ന് നോക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നോൺ സിംഗുലാർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് എന്താവാൻ പാടില്ല? 0. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ പിന്നെയുള്ള ഒരു സ്റ്റെപ്പും ചെയ്യേണ്ട, ഇവിടെ വെച്ച് എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ 0 വരുവാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 0 എന്നുള്ളത് എന്താ? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ. അതിനൊരു ആൻസർ ആരും കണ്ടുപിടിച്ചില്ല. ദാറ്റ് ഈസ് ദ റീസൺ. ക്ലിയർ? പിന്നെ കോഫാക്ടർ, ഓരോന്നിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കുക. കോഫാക്ടറിന് മെട്രിക്സിന്റെ രൂപത്തിൽ എഴുതുക. തെറ്റിപ്പോവരുത്, റോ ആയിട്ട് തന്നെ എഴുതണം. ഇങ്ങനെ 7 റോ ആയിട്ട് എഴുതാം. പിന്നെയോ അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നതിന് അഡ്ജോയിന്റ് എന്ന് പറയും. അഡ്ജോയിന്റ് കിട്ടിയാൽ നമ്മളെ ഇൻവേഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ഇൻടു അഡ്ജോയിന്റ് എ. ഇവിടെ കിട്ടും. ഇതിനെ എങ്ങനെ പെർഫോം ചെയ്യുന്ന വെച്ചാൽ എല്ലാ നമ്പറിനെയും ഈ ഡിനോമിനേറ്ററിനെ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ 3x3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു 2x2 മെട്രിക്സിന്റെ ഇൻവേഴ്സും കൂടെ കണ്ടുപിടിച്ചിട്ട് ഇൻവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ്. മെട്രിക്സ് ഞാനിവിടെ എഴുതാണ്.
ഓക്കെ, ക്വസ്റ്റ്യനിൽ ചിലപ്പം മെട്രിക്സിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാക്കറ്റിൽ കാണാം. ഞെട്ടണ്ട, ഇൻവേഴ്സ് എന്നൊക്കെ കണ്ടാൽ നിങ്ങൾ അങ്ങ് ഇൻവേഴ്സും ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ, സോ ഹിയർ ഇസ് യുവർ ക്വസ്റ്റ്യൻ. 4-2 വിസിബിൾ ആണോ? നോ, റൈറ്റ്. എനിക്ക് ഈ സംഭവം സ്റ്റാൻഡിൽ ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണ്, ബട്ട് എനിക്കത് പറ്റുന്നുണ്ടായില്ല. ഓക്കെ, നൗ ഇറ്റ് ഈസ് വിസിബിൾ. സോ ഇറ്റ് ഈസ് എ 2x2 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണ്, ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദി ഇൻവേഴ്സ്. സ്ക്വയർ മെട്രിക്സ് ആണല്ലോ, ആണ് 2x2 ആണ്. സോ സ്ക്വയർ മെട്രിക്സ് ആണ്. രണ്ടാമത് എന്ത് ചെക്ക് ചെയ്യണം? നോൺ സിംഗുലാർ, അതായത് ഡിറ്റർമിനന്റ് 0 ആയിരിക്കാൻ പാടില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. 2x2ന്റെ ഡിറ്റർമിനന്റ് വെരി സിമ്പിൾ, 4 into 1 minus -3 into 2. തീർന്നു, ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ് ഇത്ര. ഇത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് -10. സോ സോറി, +10 അല്ലേ? യാ, +10. ഓക്കെ, അപ്പം നോൺ സിംഗുലാർ ആണ്. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് നമ്മളെ സ്വന്തം കോഫാക്ടർ കണ്ടുപിടിക്കുന്നത് നോക്കോ. അതും ഭയങ്കര സിമ്പിൾ. A11 ആണ് ആദ്യം കണ്ടുപിടിക്കുക. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ -1 ആടെ ഉണ്ടായിരിക്കണം. 1 + 1 2. പിന്നെ എന്തെഴുതും? എൻ്റെ അമ്മയെ, പിന്നെ എന്തെഴുതും? സംശയമില്ല, ഒന്നുമില്ല. നമ്മൾ ആദ്യം ഇതിലുള്ള റോവും ഇതിലുള്ള കോളവും കട്ട് ചെയ്ത ബാക്കി ആരായുള്ള 1, അത്രയേ ഉള്ളൂ. സോ ഇതിൻ്റെ ആൻസർ ഇസ് 1 into 1. ഇത് ഈവൺ നമ്പർ, സോ 1, ഇറ്റ് ഇസ് 1. ഇനി A12 ചെയ്യുന്ന നോക്കിക്കോ. -1 raised to 1 + 2 3 into ഇതിൻ്റെ അല്ലേ, ഇതിലുള്ള റോ ഇതിലുള്ള കോളവും ഇതിലുള്ള റോവും കട്ട് ചെയ്ത് ബാക്കി ആരാ ഉള്ള? -3. സോ ഇതിൻ്റെ ആൻസർ, ഇത് ഓഡ് നമ്പർ, ആൻസർ ഇസ് 3. ഓക്കെ, നൗ A21 -1 into 2 + 1 3 into 2 1 എന്ന് പറഞ്ഞാൽ ഇതും കട്ട് ചെയ്ത് ബാക്കി നമ്മൾ ഇതും കട്ട് ചെയ്ത് ബാക്കി നമ്മൾ 2 മാത്രം. അയ്യോ 2. ഇറ്റ്സ് ഭയങ്കര ചൂട് കേട്ടോ ഈ റൂമിൽ. ഓക്കെ, -2. നൗ A22 ഇസ് ഈക്വൽ ടു ഇതും പോയി ബാക്കി നമ്മൾ 4. 2 + 4 into 4 തന്നെ. ഇതിൻ്റെ ആൻസർ 4. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എന്ത് ഫോമിൽ എഴുതുന്നു? ഒരു മെട്രിക്സ് ഫോമിൽ എഴുതുന്നു. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും എഴുതി വെക്കില്ലേ, ഞാൻ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടും പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കാണൂല. ഞാൻ ഇത്രയും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ടിയിട്ട് എഴുതിയതാണ്. സോ ഇവിടെ ഇങ്ങനെ ഒരു വരയൊക്കെ വരഞ്ഞോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തെറ്റണ്ട. A11 A12, അപ്പോൾ 1ഉം 3ഉം, പിന്നെ 21 22 2ന്റെ സെക്കൻഡ് ആയി, അപ്പം -2 -4. ഓക്കെ, ഇനി നമ്മളെ സ്വന്തം അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് ഈ മെട്രിക്സ്. അതായത് 1 -2 3 4 എന്നുള്ളത് 3ഉം 4ഉം ഇങ്ങനെ എഴുതി. ഇനി നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻവേഴ്സ് ആണ്. സോ ഇൻവേഴ്സ് ഓഫ് A ആണെന്ന് വിചാരിച്ചു, ഇത് A ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതും നമ്മൾ അല്ലേ, ഇസ് ഈക്വൽ ടു 1 determinant A into adjoint A. Okay, so determinant is 10. അപ്പോൾ 1/10 into നമ്മളെ adjoint എന്ന് പറഞ്ഞാൽ ഇത്. ഞാൻ പറഞ്ഞ് ഇതിനെ നമ്മൾ ക്യാൻസൽ ആക്കാൻ ഈ 10നെ എല്ലാത്തിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് 1/10 -2/10 3/10 4/10. This is your final answer. ഓക്കെ, ഇനി നിങ്ങൾക്കത് ഡിവൈഡൊക്കെ ചെയ്ത് ചെറിയ നമ്പറൊക്കെ ആക്കണമെങ്കിൽ പോയിന്റ് ഒക്കെ വെച്ച് അതൊക്കെ നിങ്ങളെ ഇഷ്ടം. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ഇത്ര ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് 3/3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും നമ്മളെ 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു മക്കളെ? ഡിറ്റർമിനന്റ് പഠിച്ചു, കോഫാക്ടർ പഠിച്ചു, അഡ്ജോയിന്റും പഠിച്ചു, ഇൻവേഴ്സും പഠിച്ചു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് ഇക്വേഷൻ സോൾവിങ് യൂസിങ് മെട്രിക്സ്, റാങ്ക് ഓഫ് മെട്രിക്സും അത്രയേ ഉള്ളൂ. അല്ല, ക്രാമേഴ്സ് റൂൾ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഓക്കെ.